Hello my dear students. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സി എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് പോയിന്റ്, സി ഈസ് എ പവർഫുൾ ആൻഡ് ഫ്ലെക്സിബിൾ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ഒരു പവർഫുൾ ആയ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. ഒരു പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് സി. സി ഈസ് എ പോപ്പുലർ ലാംഗ്വേജ്. പ്രൊഫഷണൽസും പ്രോഗ്രാമേഴ്സും അതുപോലെ സ്റ്റുഡൻസും എല്ലാവരും ചെയ്യുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പോപ്പുലർ ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. സി ഈസ് എ പോർട്ടബിൾ ലാംഗ്വേജ്. അതിന് നമുക്ക് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റാനും നമുക്ക് സാധിക്കും. സോ സി ഈസ് എ പോർട്ടബിൾ ലാംഗ്വേജ്. ഇനി സിക്ക് ഒരു സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. സി എന്ന ലാംഗ്വേജിന് സ്വന്തമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കീവേഡ്സ് അവൈലബിൾ ആണ്. അതതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സി ഈസ് മോഡുലാർ. ഒരു അപ്ലിക്കേഷനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള പീസസ് ആക്കി മാറ്റി അത് അപ്ലിക്കബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചെറിയ ടാസ്കിനെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ് സി എന്ന് പറയുന്നത്. ദെൻ സി ഈസ് എ ജനറൽ പർപ്പസ് ലാംഗ്വേജ്. പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള ടാസ്കുകളെ പെർഫോം ചെയ്യുന്ന പ്രോഗ്രാംസിനെ നമുക്ക് ചെയ്യാനായിട്ട് സി പ്രോഗ്രാമിംഗിൽ പറ്റും. ദെൻ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. സിന്റെ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കും. പിന്നെ ഇറ്റ് ഈസ് എ ലോ ലെവൽ മെമ്മറി ആക്സസ്. കുറച്ച് മാത്രം മെമ്മറി നമുക്കതിന് മതിയാവും. പിന്നെ അത് വളരെയധികം സ്പീഡുള്ള ഒരു ലാംഗ്വേജ് ആണ്. ദെൻ ഒരു ക്ലീൻ സിൻടാക്സ് ഉള്ളൊരു ലാംഗ്വേജ് ആണ് സി. സിമ്പിളായി ഹൈലി റീഡബിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ടഫ് ഇല്ലാത്ത ഒരു ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് അതൊരു ക്ലീൻ സിൻടാക്സ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അതർ ലാംഗ്വേജസ്. ഇപ്പോൾ C++ എന്ന് പറയുന്നത് സിന്റെ ഏകദേശം ഉള്ള എല്ലാ സിൻടാക്സും എല്ലാ ഫങ്ഷൻസും യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് C++ എന്ന ലാംഗ്വേജ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പല ലാംഗ്വേജിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സി ലാംഗ്വേജ് ആണ്. എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. ഇതിൽ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആണ് ഉണ്ടാവുക. അതുപോലെ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് റിസോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ഈസ് ഹൈ. സി ഈസ് ഫ്ലെക്സിബിൾ. നമുക്കതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഫ്രീഡം യൂസ് ചെയ്യാനുള്ളതിൻ്റെ ഫ്രീഡം അതിൽ കൂടുതലാണ്. സോ സി ഈസ് ദ ഫ്ലെക്സിബിലിറ്റി ലാംഗ്വേജ്. സോ സി ഈസ് ഫ്ലെക്സിബിൾ. Then building foundational software like operating system, database, compilers and interpreters, embedded system. ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സി എന്ന കോർ കമ്പോണൻസ് ഉള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ഡാറ്റാബേസ് ആയാലും കമ്പൈലേഴ്സ് ആയാലും ഇന്റർപ്രിറ്റേഴ്സ് ആയാലും എംബഡഡ് സിസ്റ്റംസ് ആയാലും. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റാണ്. പല ടാസ്കുകളും പല ഫങ്ഷണാലിറ്റീസും ജോയിന്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സി കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട, സി കമ്പോണൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ ലോ ലെവൽ ഹാർഡ്വെയർ ആക്സസ്. വളരെയധികം ചെറിയൊരു മെമ്മറി മതി നമുക്കത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ സിയിൽ നമ്മൾ പോയിന്റേഴ്സ് എന്നുള്ള ഒരു
ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റേഴ്സിനൊക്കെ മെമ്മറി സേവ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ലോ ലെവൽ ഹാർഡ്വെയർ ആക്സസ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാമിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.